അമ്മയെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, മക്കൾക്ക് എന്തും ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അമ്മയോടുണ്ട്. അതാണ് ഈ ആൾക്കാരെല്ലാം രക്ഷപ്പെടേണ്ട കാരണം. അത് എന്തും ചോദിക്കാം. നമുക്ക് ഏറ്റവും നല്ല ഒരു സ്വാതന്ത്ര്യമുള്ള ഇടമാണ് അമ്മ. അതുകൊണ്ടാണല്ലോ ഞാൻ എപ്പോഴും ഓർക്കുകയും, ആ കനായിലെ കല്യാണത്തിൽ അമ്മ ആ ഭവനത്തിൽ വരുമ്പോൾ അവിടെ ഒരു ഇല്ലായ്മ കാണുന്നിട്ട് അമ്മ ഉടനെ ആ ഇല്ലായ്മ, ആ ഒരു വിഷയം മുഴുവനും അത് ആ കുടുംബത്തിലേക്ക് യേശുവിനെ തേടിപ്പിടിക്കണം. കണ്ടേ, കൂട്ടത്തിൽ നിന്ന് യേശുവിനെ തിരക്കിയെടുത്ത് തേടിപ്പിടിച്ച് ഈ വിഷയം അവിടെ അവതരിപ്പിക്കുന്നു. അമ്മ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഈ ജീവിത പ്രശ്നങ്ങളോട് പെട്ടെന്ന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ആ കുടുംബത്തിൻ്റെ ആ വിഷയത്തെ സ്വന്തമായിട്ട് ഏറ്റെടുത്തിട്ട് യേശുവിനെ തേടിപ്പിടിച്ച് ആ വിഷയം യേശുവിനെ ഏൽപ്പിക്കുന്ന, അത് ഒരു വല്ലാത്തൊരു സംഭവമാണ്. കാനായിലെ കല്യാണത്തിൽ ഇത്രയും ഇന്ധനമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചത്. ഇത് ഡിഗ് ചെയ്യും തോറും നമുക്ക് ഖനികൾ, സ്വർണ്ണം ഇങ്ങനെ കുഴിച്ചെടുക്കണ പോലെയാണ് കാനായിലെ പ്രമേയം വരണത്. യേശുവിനെ തേടിപ്പിടിച്ചിട്ട് ഈ ലോകത്ത് അമ്മ ഉയർത്തുന്ന ശ്ലോകമുണ്ട്. എന്താണ് ശ്ലോകം? നിങ്ങൾക്ക് സങ്കടങ്ങളോ വേദനകളോ ഇല്ലായ്മകളോ വന്നാൽ റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ്സ് പാസിഫൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ലോകത്തിൽ ആശ്വാസം പ്രാപിക്കാൻ യേശുവേ ആണ് അതിൻ്റെ മാർഗമെന്നുള്ള ബാനർ, സ്ലോഗൻ ഉയർത്തുന്നത് അമ്മയാണ്.